സാർ നമസ്കാരം. നമസ്കാരം. 1957 ലോകത്ത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഈ കൊച്ചു കേരളം. അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് സഖാവ് ശ്രീ EMS നമ്പൂതിരിപ്പാട്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ജാതിമത വർഗ വൈജാത്യങ്ങൾക്കെതിരെ എല്ലാ കാലത്തും പടപൊരുതിയിരുന്ന പ്രസ്ഥാനം തന്നെയാണ്, അല്ലെങ്കിൽ പടപൊരുതുന്ന പ്രസ്ഥാനം എന്നുള്ള ഒരു ഖ്യാതി തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിൽക്കുന്ന CPM അവകാശപ്പെടുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞാ വാചകം ഏറ്റെടുത്തത്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ VD സതീശൻ എന്ന കോൺഗ്രസിൻ്റെ നേതാവിനെയോ ഒരിക്കൽ പോലും നമ്മൾ ഒരു സവർണ ഫാസിസ്റ്റ് മേധാവിയുടെ കുപ്പായമണിഞ്ഞ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. തൻ്റെ പേരിൻ്റെ പുറകിൽ ഒരു കാരണവശാലും മേനോനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിയുടെയോ സവർണ മേധാവിത്വത്തിൻ്റെയോ അടയാളങ്ങൾ ഒരു കാരണവശാലും VD സതീശൻ ഒരിക്കലും വച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ VD സതീശനെ വിമർശിക്കുന്ന ചില ആളുകൾ, അത് കോൺഗ്രസിനകത്തുമുണ്ട്, കോൺഗ്രസിന് പുറത്തുമുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും നേരിട്ടും വന്നിരിക്കുന്നു. മേനോൻ എന്ന പദം ചേർത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സവർണ മേധാവിത്വ ചിന്തയുടെ പ്രതീകം തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും താനൊരു സവർണനാണ് എന്നുള്ള ചിന്ത, ആ ഒരു ബോധത്തിൽ നിന്നാണ് VD സതീശൻ കേരളത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു ചടങ്ങ്, ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം അത്തരത്തിൽ പെരുമാറിയത് എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്ന ആളുകൾക്ക്, അതായത് കേരളത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ മേലാളന്മാർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സഖാവ് P കൃഷ്ണപിള്ളയും സഖാവ് ശ്രീ EMS നമ്പൂതിരിപ്പാടും അതുപോലെ നൂറുകണക്കിന് ആളുകൾ പേരിൻ്റെ പുറകിൽ ജാതി മത മേൽക്കോയ്മയുടെ ഒരു അടയാളം വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സവർണ മേധാവിത്വത്തിൻ്റെ ആള് ചമയുന്നതിന് വേണ്ടി വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ എന്ന സത്യപ്രതിജ്ഞാ വാചകം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയെ വിമർശിക്കാനൊരുങ്ങുന്നു. കേരളത്തിൻ്റെ മാറിയ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപ് തുടങ്ങി വെച്ച് നന്നായി. ഏറ്റവും രസകരമായ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, താങ്കൾ പറഞ്ഞു P കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, M ഗോവിന്ദനായർ, ഇങ്ങനെ ജാതിപ്പേര് ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. അച്യുതമേനോന്, PK വാസുദേവൻ നായർ, ഇതിങ്ങനെ പോരുകയാണ്. അപ്പോൾ ഈ ജാതിപ്പേരുകളെല്ലാം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം ഇപ്പം ജിൻഡോ പറഞ്ഞതിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന CPM ആയിരിക്കും. അവർക്ക് EK നായനാർ ഏറ്റവും കൂടുതൽ കാലം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നയിച്ച കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നു EK നായനാർ. പക്ഷേ എപ്പോഴാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, താൻ മേനോനല്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ, സതീശൻ കള്ളനാണ്. കാരണം ഉദാഹരണം പറയുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, SFIയുടെ നേതാവ്, DYFIയുടെ നേതാവൊക്കെ ആയിരുന്ന വൈക്കം വിശ്വൻ്റെ കാര്യമാണ് പറയുന്നത്. വൈക്കം വിശ്വൻ ഏറ്റുമാനൂർ മത്സരിക്കുന്നു, അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുന്നു. വൈക്കം വിശ്വൻ ഏറ്റുമാനൂർ അമ്പലം അതുപോലുള്ള ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളിലെല്ലാം ചുമരെഴുത്തും പോസ്റ്ററുകളുമെല്ലാം വൈക്കം വിശ്വനാഥൻ നായർ എന്നായിരുന്നു. അങ്ങോട്ട് മാറി ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അതിരമ്പുഴ മാതാന ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും അത് സഖാവ് വൈക്കം വിശ്വനായി. അപ്പം ഇത്തരം കാപട്യം കാണിക്കുന്നില്ലെങ്കിൽ ജാതിപ്പേരുകൊണ്ട് എന്താ കുഴപ്പം? ഞാൻ സതീശനെ കാണുന്നത്, ഇന്നിപ്പോൾ കാണുന്നത്, ആദ്യം തന്നെ ആശാവർക്കർമാരുടെ ശമ്പള വർധനവിനെക്കുറിച്ചുള്ള തീരുമാനമെടുത്ത സതീശനെ ഞാൻ കാണുന്നത്. മുഖ്യമന്ത്രി സതീശനെ കാണാനാണ്, സതീശനെ മുഖ്യമന്ത്രിയായിട്ടാണ് കാണുന്നത്. സതീശൻ്റെ ജാതിയോ അച്ഛനോ അമ്മയോ അമ്മായിയമ്മയോ അമ്മായി അച്ഛനോ ഒന്നും ഞാൻ കാണുന്നില്ല. അത് തപ്പി നടക്കുന്നവർക്ക് തപ്പി നടക്കാം, അതിൽ ആഹ്ലാദിക്കാം, അത് വേറെ കാര്യം. ഞാൻ വീണ്ടും കാണുന്നത്, ഇന്ന് പുതിയ തീരുമാനങ്ങൾ വീണ്ടും വരുന്നുണ്ട്. റെയിലിൻ്റെ കാര്യത്തിലെടുത്ത തീരുമാനം, ആ സതീശനെയാണ് ഞാൻ കാണുന്നത്. അത് കാണാതെ സതീശൻ നായരെയും സതീശൻ പിള്ളയും സതീശൻ മേനോനെയും അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സാധിക്കുമോ?
അല്ല, ഇവിടെ വിഷയം രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി വിമർശനങ്ങളെ കണ്ടെത്തുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പരമാധ്യക്ഷൻ, പരമാചാര്യൻ എന്നൊക്കെ ഇന്നത്തെ ഇടതുപക്ഷക്കാർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെയും ഇടതുപക്ഷക്കാരുടെ തലച്ചോറ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇപ്പോഴുണ്ട്. അവരെന്തുകൊണ്ടാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ള ആ പേര് ഇപ്പോഴും അവർ ചർച്ച ചെയ്യാത്ത? സഖാവ് കൃഷ്ണപിള്ള, PK വാസുദേവൻ നായർ, EK നായനാർ, കേരളം കണ്ട ഏറ്റവും സരസനായ മനുഷ്യൻ തന്നെയായിരുന്നു. ഏറ്റവും സരസനായ, ഏറ്റവും കൂടുതൽ മനുഷ്യരോട് ചിരിച്ചു കളിച്ച് ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു EK നായനാർ. നായനാർ ഒരു ജാതി പേര് തന്നെയാണല്ലോ. അപ്പോൾ അതിലൊന്നും യാതൊരു തരത്തിലും ആക്ഷേപം ഉയർത്താതിരുന്ന പുരോഗമന പ്രസ്ഥാനക്കാർ, നവോത്ഥാന പ്രസ്ഥാനക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ എന്നാണ് പറഞ്ഞത്? സതീശ മേനോൻ എന്നൊരിക്കലും സതീശൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ മാത്രം ഒരു അപക്വമായ തീരുമാനം കാണുന്നത്? അല്ല, ജിൻഡോ ഒരു പടി മുമ്പോട്ട് പോയാൽ അതിനെ പറയാൻ ധൈര്യമുണ്ടോ? ഒരു വാക്ക് എഴുതാൻ ജിൻഡോയ്ക്ക് ധൈര്യമുണ്ടോ? രാഹുൽ ഗാന്ധി ആരാ? രാഹുൽ ഗാന്ധി എന്താ, ഏത് പേരാണ് ഉപയോഗിക്കൊണ്ടിരുന്നത്? ഗാന്ധി രാഹുലുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. രാഹുലിന് ഗാന്ധിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഫിറോസ് ഗാന്ധിയായിട്ടേ ബന്ധമുള്ളൂ. അത് പറയുമോ? ഫിറോസ് ഗാന്ധിയാണ് എൻ്റെ പേരിൻ്റെ കൂടെ ഗാന്ധി വന്നതിൻ്റെ കാര്യം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഫിറോസ് ഗാന്ധി കാരണമാണ് എന്ന് പറയുമോ? അല്ല, പറയില്ല. ഒന്നാമത്തെ കാര്യം, ഗാന്ധി എന്ന് ഉപയോഗിക്കാൻ എന്താ അവകാശം? സാർ, അതും ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് കരുതരുത്. അതും രാഷ്ട്രീയ വിമർശകന്മാർ വളരെ വിമർശനാത്മകമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം തൻ്റെ പേരിനൊപ്പം ഗാന്ധി എന്ന് ചേർക്കാൻ വേണ്ടിയാണ് അന്ന് ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധിയെ കല്യാണം കഴിച്ചതെന്നൊക്കെ ആളുകൾ പലപ്പോഴും വിമർശനാത്മകമായി പറയുന്നുണ്ട്. അതൊരു കാരണവശാലും നമ്മൾ ഈ ഒരു വാദത്തിന് വേണ്ടി കൊണ്ടുവരുന്നില്ല. അതെന്തുമായിക്കോട്ടെ, ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപരമായ താല്പര്യമായിരുന്നു ആരെ സ്നേഹിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ആ കാര്യത്തിലേക്ക് ഇടപെടുന്നില്ല. എന്നാൽ ഇന്ദിരാഗാന്ധിയെ വിവാഹം കഴിച്ച ശ്രീ ഫിറോസ് ഗാന്ധി, മൺമറഞ്ഞുപോയ ഫിറോസ് ഗാന്ധിയുടെ പരമ്പരാഗത പിന്മുറക്കാർ എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിക്ക് ആ പേര് ഗാന്ധി എന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ ആ തെറ്റിദ്ധാരണ നീക്കാൻ പോലും ജിൻഡോ ആദ്യം ശ്രമിക്കേണ്ടത്. ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യം ഇടുക, അങ്ങനെ ജാതിയുടെ പേര് പറഞ്ഞ് കളിപ്പിക്കുന്നവരുണ്ട്. ഇനി അതിൻ്റെ വേറൊരു മറുവശം കൂടെ പറയാം. അതും കൂടെ അറിയുമ്പോഴേ ഇതിൻ്റെ ഈ ജാതി എങ്ങനെയാണ് കളിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. പാലക്കാട് ശ്രീകൃഷ്ണപുരാണെന്ന് തോന്നുന്നു, ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ P ബാലൻ മത്സരിക്കുന്നു. എതിരായി മത്സരിക്കാനായിട്ട് വന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ EM ശ്രീധരൻ നമ്പൂതിരിപ്പാടാണ് വന്നത്. ശ്രീധരൻ അന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീധരൻ നമ്പൂതിരിപ്പാടാണ് വരുന്നത് ആദ്യം നോമിനേഷൻ കൊടുക്കുന്നതിന്റെ. അപ്പോൾ ഇത് കരുണാകരൻ അവിടെ പ്രചരണത്തിന് ഇരുന്നു. കരുണാകരൻ ആരാരാണ്, പക്ഷെ കരുണാകരൻ അവിടെ ചെല്ലുന്നു. കരുണാകരൻ ചെന്ന് P ബാലൻ കരുണാകരൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പുകാരനാണ്. അപ്പം ബാലന് മടി, കരുണാകരൻ വന്നാൽ എങ്ങനെ ഇരിക്കും, എനിക്കെതിരായി വല്ലതും പറയൂ, അറിയാതെങ്കിലും പറഞ്ഞു പോകും. കരുണാകരൻ്റെ നാക്കത്ര പെശക് നാക്കാന്ന് ബാലനറിയാം. അപ്പോൾ ബാലനോട് DCC പ്രസിഡന്റ് വിജയരാഘവനും ശങ്കരനാരായണനും ഒക്കെ കൂടെ ചോദിച്ചു, എങ്ങനെയാണ് ലീഡറെ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കരുണാകരൻ പറഞ്ഞു, എനിക്ക് അങ്ങേർക്ക് വിഷമമില്ല, ഞാൻ പോകാം, അങ്ങേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. കരുണാകരൻ ചെന്നിട്ട് ശ്രീകൃഷ്ണപുരത്തെ ആ മീറ്റിങ്ങിൽ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ EM ശ്രീധരൻ നമ്പൂതിരിപ്പാട്. രണ്ടാമത്തത് P ബാലൻ, പണ്ടേ വാല് ഉപേക്ഷിച്ച ബാലൻ. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ വാല് ഉപേക്ഷിച്ച ബാലൻ നമ്പ്യാരായിരുന്നു. നമ്പ്യാർ എന്നുള്ള പേര് പണ്ടേ കളഞ്ഞു. ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ നേരത്തല്ല വാല് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ കയ്യടി ആ തിരഞ്ഞെടുപ്പിൽ ബാലനോട് ജയിക്കുകയാണ്. അപ്പോൾ ഇത് സത്യസന്ധമാണ്. നമ്മുടെ പേരും ജാതിയും പേടിക്കേണ്ട ആവശ്യമില്ല. സതീശൻ നാളെ മേനോനെ പോലെ പെരുമാറുകയും മറ്റുള്ളവരുടെ ആ രീതിയിൽ പെരുമാറാൻ ചെയ്ത് നമുക്ക് ചോദ്യം ചെയ്യാം. ജിൻഡോയുടെ ജാതിയോ മതമോ ആരും ചോദിക്കുന്നില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഗ്രൂപ്പ് നേതാക്കന്മാർ ചോദിക്കും, എന്നോടൊപ്പം കിട്ടിയതാണോ, എന്നെ അനുകൂലിക്കുന്നവരാണോ, എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവരാണോ, അത് ആ രീതിയിലല്ല. ഗ്രൂപ്പ് ജാതി അല്ലാതെ, നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രൂപ്പ് ജാതികളല്ലാതെ കോൺഗ്രസ് സജീവമായി ജാതികൾ തമ്മിൽ സ്പർദ്ധയും കലഹവും ഇല്ല. ഒരു കാലത്ത് വേണേൽ കേരള കോൺഗ്രസിൻ്റെ കാര്യം R ശങ്കറിൻ്റെ പുറത്താക്കുന്ന സമയമായിട്ട് ആ ജാതി തിരിച്ചുള്ള വിവേചനം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് ശേഷം അത്തരം ജാതിപരമായ ചിന്തകൾ കോൺഗ്രസിൽ നിന്ന് മാറി. ഇവിടെ പലരും മന്ത്രിയായിരിക്കുന്നു, MLA ആയിരിക്കുന്നു, ഒന്നും ജാതി നോക്കിയല്ല
ജനം വോട്ട് ചെയ്തിരിക്കുന്നത് ജാതി നോക്കി നിങ്ങൾ സീറ്റ് കൊടുത്തു വേണം, വിഷം നിങ്ങൾ കുത്തിവെച്ചത് നിങ്ങൾ തന്നെയാണ്, നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പം ജില്ല ഇവിടെ ഈ സാറ് പറയുന്നത് പോലെ ഇവിടെ വി ഡി സതീശന് അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗുണകരമായി. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് 2 ദിവസം കൊണ്ട് മന്ത്രിമാരുടെ വകുപ്പ് വിഭജനമൊന്നും പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ 2 ദിവസം കൃത്യമായിരുന്നിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ജാതി അലയൊലികളിൽ അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും മുങ്ങിപ്പോയി. ഇപ്പോൾ മന്ത്രിമാരെ എല്ലാവരും തീരുമാനിച്ചു, കാര്യങ്ങളും എല്ലാം ക്ലീനായി. അപ്പോൾ അത് വി ഡി സതീശൻ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ തൻ്റെ അച്ഛൻ്റെ പേര് എടുത്ത് പറഞ്ഞതിൽ ഇത്ര കണ്ട് പുകിലാക്കി അത് വലിയൊരു വിവാദമാക്കേണ്ട ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി മുതലുള്ള നേതാക്കന്മാരുടെ പേരുകളിൽ ഉണ്ടായിരുന്ന ആ വാലുകളെക്കുറിച്ച് പരാമർശിക്കാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും അനവസരത്തിൽ അനുചിതമായ ചില പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം അണികളെ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് തെരുവിലേക്ക് ഇറക്കാം അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാം എന്നല്ലാതെ യഥാർത്ഥമായ വസ്തുതകളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാനേ ഇതുകൊണ്ട് ഉപകരിക്കൂ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കൂ.